അങ്ങനെ അവന്മാര് സെക്യൂരിറ്റിക്ക് ഒരു പണി കൊടുത്ത് നൈസായിട്ട് ബോസിന്റെ റൂമിലേക്ക് കയറി പോവുകയാണ്. ഇവന്മാരെ കൂടാതെ വേറെ രണ്ടുപേരും കൂടി ആ പൈസ അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബോസിന്റെ റൂമിലെത്താൻ കുറേയധികം കടമ്പകൾ കടക്കേണ്ടി വന്നിരുന്നു. അതെല്ലാം തരണം ചെയ്ത് അവന്മാർ കൃത്യസ്ഥലത്തെത്തി. ബോസിന്റെ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ലോക്ക് അഴിക്കാൻ അവന് പ്രത്യേകിച്ച് പാടൊന്നും പെടേണ്ടി വന്നില്ല. ഇത്രയും പൈസ ഒരുമിച്ച് കിട്ടിയപ്പോൾ ആ കള്ളന്റെ മുഖത്തെ സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. തിരിച്ച് പോകാൻ തുടങ്ങിയ സമയത്ത് തന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ബോസിനോട് രണ്ട് പറയണമെന്ന് അയാൾക്ക് തോന്നി. ക്യാമറ തുറന്നിട്ട് നടുവിൽ നമസ്കാരം അങ്ങ് കാണിച്ചു. എന്നിട്ടും അവന് മതിയായില്ല. ബോസിന് ഏറെ പ്രിയപ്പെട്ട ആ പ്രതിമയെ കൂടി അടിച്ചു പൊട്ടിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ ആ സെക്യൂരിറ്റി കഥവിന്റെ അവിടെ ഒന്ന് ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്മാർ രണ്ട് സ്ഥലത്തായിട്ട് ഒളിക്കാൻ തുടങ്ങി. ഇവിടെ ഒന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ സെക്യൂരിറ്റി തിരികെ പോകാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവന്റെ കാല് തട്ടി ആ റേഡിയോ ഒന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങി. എല്ലാം ഇപ്പൊ അവസാനിക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന വേറെ റേഡിയോ എന്നായിരിക്കും പാട്ട് കേട്ടെന്ന് ആ സെക്യൂരിറ്റിക്ക് തോന്നുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. ഈ സെക്യൂരിറ്റിക്ക് ഒരു സ്വഭാവമുണ്ട്. പാട്ട് കേട്ട അയാൾക്ക് അപ്പോൾ ഡാൻസ് കളിക്കണം. അങ്ങനെ അയാൾ ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നു. മോഷ്ടിക്കാൻ വന്നവർ അവിടെ കിടന്ന് ഉറക്കമായി.